സിറിയയിലും വൻ ആക്രമണം ഇസ്രയേൽ നടത്തിയെന്നാണ്. ഈ കഴിഞ്ഞ മാസം 7-ാം തീയതി ഹമാസ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്നും വാർത്തകൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നു. ഈ വാർത്തകളെ അപഗ്രഥിക്കാൻ നമുക്കിപ്പം PPA ജെയിംസ് ചേർന്നു. ഗുഡ് മോർണിംഗ് PPA ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ജെയിംസെ, വിദേശ വാർത്തകൾക്കും പഞ്ഞമില്ല, സ്വദേശ വാർത്തകൾക്കും പഞ്ഞമില്ല. തീർച്ചയായിട്ടും. പക്ഷേ വിദേശ വാർത്തകൾ അത്ര സുഖകരമല്ല എസ്കേൻ. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം ഇപ്പോൾ തീരുന്നൊക്കെ പറയുമ്പോഴും ഇത് ഓരോ രാജ്യങ്ങളിലേക്ക് ഇനി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗസയിലെ യുദ്ധം 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ലെബനിലെ യുദ്ധം 10 മാസമായിട്ടുണ്ട്. കഴിഞ്ഞ 1.5 മാസമായിട്ട് അത് വളരെ രൂക്ഷമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നാവിക കപ്പലുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത്. തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ അവിടുത്തെ പാർപ്പിട സമുച്ചയങ്ങളും കോംപ്ലക്സുകളൊക്കെ തകർത്തിരിക്കുകയാണ്. 15-ലേറെ പേർ ആദ്യ റിപ്പോർട്ടിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സിറിയ കടുത്ത പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. സിറിയയുടെ ഔദ്യോഗിക ഏജൻസികൾ തന്നെ പറയുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇസ്രായേൽ പറയുന്നത് അവിടെ ഇസ്ലാമിക് ജിഹാദുകളുടെ ഒരു സംഘടനയാണ്. അവരുടെ നേതാക്കൾ, അതുപോലെ തന്നെ ലെബനനിൽ നിന്ന് ഒരുപാട് പേര് പലായനം ചെയ്ത് സിറിയയിലാണ് എത്തുന്നത്. അവരോടൊപ്പം ഹെസ്ബുള്ളയുടെ നേതാക്കളും പ്രവർത്തകരും അവിടെയുണ്ട്. ഇങ്ങനെ അവരെ ചാരിയാണ് ഈ തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ന്യായവാദം ഉയർത്തുന്നത്. അതിനിടയിൽ ഒരുപക്ഷെ SKN അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരോപണം വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ്, 2023 ഒക്ടോബർ, 1 വർഷം കഴിഞ്ഞല്ലോ ഗസ യുദ്ധത്തിന്. ഒക്ടോബർ 7-നാണ് ഈ യുദ്ധത്തിനൊക്കെ കാരണമായ ആക്രമണം. ഹമാസ് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് 100 കണക്കിന് റോക്കറ്റുകളുമായിട്ട് നടത്തിയത്. അതുമാത്രമല്ല, അവിടെ മ്യൂസിക് ഫെസ്റ്റിവൽ കണ്ടുകൊണ്ടിരുന്ന ഇസ്രായേലികളെ നിഷ്കരണം വധിക്കുകയും 1200 പേർ ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. എന്ന് മാത്രമല്ല, 250 പേരെ ബന്ദികളാക്കി ഗസയിലേക്ക് കൊണ്ടുപോയി. അതിൽ പകുതി പേരെയാണ് വെടിനിർത്തൽ ധാരണ പ്രകാരം വിട്ടയച്ചത്. ബാക്കിയുള്ളവർ ഇപ്പോഴും 1 വർഷം കഴിഞ്ഞിട്ടും അവരുടെ തടവിലുണ്ട്. ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഇതിനൊക്കെ ഇടയിലാണ് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തുമെന്നുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിവായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള തെളിവുകൾ SKN അന്ന് ഇസ്രായേലി പ്രധാനമന്ത്രിയുമായി ഇസ്രായേലിലെ പ്രമുഖനായിട്ടുള്ള ജനറൽ ഗിൽ നടത്തിയ ആക്രമണത്തിൻ്റെ സംസാരത്തിൻ്റെ രേഖകൾ നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ അത് ടാമ്പർ ചെയ്തിരിക്കുന്നു. ഗില്ല് തന്നെ പിന്നീട് വെളിപ്പെടുത്തി, ഞാൻ സംസാരിച്ച കാര്യങ്ങളും അത് സംബന്ധിച്ചുള്ള സമയങ്ങളൊക്കെ ഓൾട്ടർ ചെയ്തിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനോട് 100 കണക്കിന് ആൾക്കാർ ഹമാസിൻ്റെ സേന ആക്രമിക്കാൻ വരുന്നു, ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡറിൽ ഒരു തരത്തിലുള്ള ഇത് നടത്തിയില്ല. അദ്ദേഹം മാറി നിന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവട്ടെ, തിരിച്ചടിക്കാൻ ഇതൊരു വഴിയാക്കാമെന്ന രീതിയിൽ ചിന്തിച്ചു എന്നുള്ള തരത്തിലാണ് ഇത് പോകുന്ന. ചരിത്രത്തിൽ ഈ യുദ്ധം വിളിച്ചു വരുത്തിയതാണ് എന്ന തരത്തിലേക്ക് ചിത്രീകരിക്കപ്പെടും മുമ്പ് ഇതിൻ്റെ ഫോൺ രേഖകൾ തിരുത്തി എന്നുള്ള ആരോപണം വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഇതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ SKN ഇസ്രായേലിൽ ഇതൊരു ബോംബ് പോലെ പൊട്ടിയിരിക്കുകയാണ്. ഒരു വലിയ വിവാദ ബോംബായിട്ട് പൊട്ടിയിരിക്കുന്നു. അത് വലിയ ചർച്ചാ വിഷയമാണ്. അതിനൊപ്പം തന്നെ ലെബനനിലും ഗസയിലും ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ്. ഹെസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. അതിലൊന്നും ഒരു മാറ്റമില്ല. അതുപോലെ തന്നെ വലിയ ടെൻസ്ഡാണ് ചെങ്കടലും അതുപോലെ തന്നെ ചുറ്റുമുള്ള ഈ ഹൂതികളുടെ വലിയ കേന്ദ്രമായിട്ടുള്ള ബാബ മാൻഡേബിൻ്റെ യമനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ കപ്പലുകൾ പോകാൻ മടിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ വരെ ആക്രമണം നടന്ന സാഹചര്യത്തിൽ 100 കണക്കിന് കപ്പലുകൾ പോകുന്ന റൂട്ടാണത്. ആ റൂട്ടിൽ നിന്ന് മാറി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്ക ചുറ്റി 12-13 ദിവസം എടുത്താണ് ഈ വാണിജ്യ കപ്പലുകളൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. SKN